ഇത് നമ്മുടെ തന്നെ ബേസാണ്, നമ്മുടെ ടീമിൻ്റെ ഹൗസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ /team home. ഇത്രയും നമ്മുടെ ടീം ഹോം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗീസ്. ഇതാണ് നമ്മുടെ ടീം ഹോമിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഗീസ് ഇത് വെറൊരു TP ട്രാപ്പിൻ്റെ സ്ഥലം. അങ്ങനെയാണ് ഈ 19 ഗിൽസൊക്കെ എടുത്തത്. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കാണിച്ചിട്ടാണ് ഗീസ്. /home ഇതിന്ന് ഈ ഹോമിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. /team home ഇല്ല /home ഒക്കെ എൻ്റെ അടുത്ത് ഇല്ല. അതിന് മുമ്പ് /home ആക്കിയിട്ട് ഈ സ്ഥലത്തിനാണ് നമ്മൾ നമ്മുടെ TP ട്രാമിയെ ഹോം സെറ്റ് ചെയ്ത് /home ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ നേരെ ഹോമിലോട്ട് വെക്കണം. home 1 ഗൈസ്. ഇതാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തിട്ടാണ് ഈ സ്ഥലം ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ എന്ത് ചെയ്യും, ഇതാ കറക്റ്റ് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വന്നിട്ട് ഗൈസ് ഇവിടെ വന്നിട്ട് /team home അല്ല ടീം സെറ്റ് ഹോം ആണ്. സെറ്റ് ഹോം ഗൈസ്. നമ്മുടെ ടീമിൻ്റെ ഹോം സെറ്റ് ആയിരിക്കുന്നു ഗൈസ്. ഇതൊക്കെ നമ്മുടെ ഷൾക്കർ ബോസ് ഒക്കെ ഇവിടെ ഉണ്ട് കുറേ. ഇവിടെ നമ്മൾ ഷൾക്കർ ബോസ് ആണ് ഇട്ടത്, കാരണം കുറച്ച് വെറൈറ്റി ആവട്ടെ വിചാരിച്ച്. അത് മാത്രമല്ല എൻ്റെ കയ്യിൽ എത്ര സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ ഷൾക്കർ ബോസ് ഉണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ എൻഡർ ചെസ്റ്റ് വരെ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ എൻ്റെ എൻഡർ ചെസ്റ്റിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതാ 40 ഒബ്സിഡിയൻ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിക്കുക, ഇത് കുറച്ചൊന്ന് വ്യത്യാസം വരുത്തിയാലും. ഗൈസ് ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആർമറുകളൊക്കെ വെക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ആർമറും സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ടീമിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റും. ഞാൻ അത് കട്ടുകൊണ്ട് കൊണ്ടുപോകുന്നില്ല ഗൈസ്. നമ്മുടെ സാധനങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചേക്കുക. നമ്മുടെ ടീമിലൊരു റോളുണ്ട്, വേറെ ആരുടെയും എടുക്കാൻ പാടില്ല ഗൈസ്. ആർമർ എടുത്താലും തിരിച്ച് കൊടുക്കണം ഗൈസ്. അങ്ങനെ ആവുമോയെന്ന് എനിക്കറിയില്ല, റൂൾസൊക്കെ പാലിക്കുമെന്നൊന്നറിയില്ല. പിന്നെ ഈ ടീമൊക്കെ ജോയിൻ ആവണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്കോഡ് കയറിയിട്ട് നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് മറ്റേത് ഗൈസ്. നിങ്ങളുടെ പേര് വിടുക, പിന്നെ നിങ്ങൾ ഓൺലൈൻ ആവുന്ന സമയം. അത് ഞാൻ എന്തായാലും 12 മണി സ്കൂള് ലീവുള്ള സാറ്റർഡേയും സൺഡേയും ഞാൻ ഒരു 12 മണി തൊട്ട് കുറച്ച് നേരം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുറച്ച് നേരം ഒന്ന് വരാം ഗൈസ്. എൻ്റെ സ്കൂളില്ലാത്ത സമയത്താണെങ്കിൽ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരൽ. സ്കൂളുള്ള സമയമാണെങ്കിൽ ഗൈസ്. ഓ ഇവിടെയൊക്കെ കുറച്ച് സെറ്റാക്കാൻ ഗൈസ്. ഇതെന്താ ചെറിയൊരു ലാഗ് ഗൈസ്. ഇവിടെ കൊപ്സീഡ് ഗൈസ്. ഇവിടെ എന്താപ്പായേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓ ഗൈസ് ഇവിടെ നമ്മൾ ഇത് കത്തിക്കുകയാണെങ്കിൽ, ഇത് വെളിച്ചത്തിന് വേണ്ടിയിട്ട് വെച്ചാണ് ഈ ഇത് മൊത്തം. കത്തി പടരൂലാന്ന് തോന്നുന്നു. ഇത് കത്തി പടർന്നാൽ തീർന്നു ഗൈസ്. ഇത്ര നേരം ചെയ്തൊക്കെ വെറുതെ ആവും. എന്തപ്പോൾ എമറാൾഡ് ഉണ്ടോ? ഗൈസ് ഇവിടെ മൊത്തം ഒബ്സിഡിയൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഒബ്സിഡിയൻ ആക്കാം ഗൈസ്. കാരണം ഓ ഗൈസ് ഇവിടെ മൊത്തം
മൊത്തം കുറച്ച് ഒബ്സിഡി ഇട്ട് നിറച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം മൊത്തം നമ്മുടെ ടീമിൻ്റെ ഹോം സെറ്റ് ചെയ്യുന്നുണ്ട്. /team home. പിന്നെ എനിക്കായിട്ട് വേറെ പ്രത്യേകം എന്താണ് ഒരു റൂമൊക്കെ ഉണ്ടാവും, ഒരു സ്ഥലമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ നമ്മൾ കോഡ് തരുന്നില്ല, കാരണം നമ്മുടെ ടീം ആയതിനു ശേഷം മാത്രമേ വരാൻ പറ്റുള്ളൂ. നമ്മൾ 100K ഒക്കെ പോയി, കാരണം അത്രയ്ക്ക് ഞാൻ ഷൾക്കർ ബോസും വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ സാധനം ഉണ്ടായിട്ടുണ്ട്. /spawn നേരെ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ചുകൂടി എന്താണ് TP ട്രാപ്പ് ചെയ്യണം. ഞാൻ എപ്പോഴും എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഈ TP ട്രാപ്പ് എന്ന് പറഞ്ഞത്. ഹോം 2 എന്ന് വെച്ചാൽ നമ്മുടെ TP ട്രാപ്പാണ് ഗൈസ്. നമ്മുടെ TP ട്രാപ്പിൻ്റെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആൾക്കാർ വന്നാൽ നമ്മൾ അങ്ങോട്ട് പോകും ഗൈസ്. ഇപ്പോൾ ഒരു മിനിറ്റ്. ആരോ ഒന്നുണ്ടായിരുന്നു ഗൈസ്. ഇൻഫോർണിറ്റ്സ് ഓനെ വിളിച്ചാലോ? /TPA ഹിയർ ഇൻഫോർണിറ്റ്സ്. ഓൻ്റെ ഇന്ന് കുറച്ച് ഡയമണ്ടും കിട്ടും ഗൈസ്. ചിലപ്പോൾ അവന് ബൗണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസയും നമുക്ക് കിട്ടും, കാരണം നമ്മൾ 93K ഉള്ളൂ. പിന്നെ നമുക്ക് ആ പൈസ തിരിച്ചു എടുക്കണമെങ്കിൽ നമുക്ക് അതൊക്കെ ആവശ്യമുണ്ടാവും. ഇൻഫർണൽ ബ്രോ. മറ്റേ എൻ്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. /team invite. ആരാ കണ്ണാപ്പി ഒന്നുമില്ല. ഈ സമയം കുറച്ച് ബ്രോ ആയിരിക്കും. ഒന്നുമില്ല. ഇൻഫേർണിറ്റ്സ് ആയിരുന്നു അവൻ്റെ പേര്. ടീമിന് ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ട്. ഓൺ ടീമിൻ്റെ അക്സെപ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കും. ആ സമയത്ത് ഞാൻ ഓനെ ടീമിൽ നിന്ന് ഒഴിവാക്കും. ഓനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഞാൻ ടീമിൽ നിന്ന് ഒഴിവാക്കും. അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്നിട്ട് ഓൻ്റെ സാധനങ്ങളും എനിക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ച് ബുദ്ധിപരമായി നോക്കുന്നത്. ഓഹോ, ടോട്ടോ അല്ലേ? വാവ് ഗൈസ്, നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നു. ഞാൻ ഇതെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇതെന്നാണ്. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാന്ന് വെച്ചാൽ സെറ്റ് സാധനം, നല്ല പണിയാണ്. കാരണം നല്ല ഡിമാൻഡുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ഷൾക്കർ ബോസിലെ സാധനങ്ങളൊക്കെ കുറച്ച് എടുത്തൊക്കെ ഉണ്ട്. എന്നിട്ട് ടോട്ടം ഓഫ് ഫണ്ടിങ് ഉള്ള ഈ സാധനം നമ്മൾ എടുക്കണം. ഇതിനകത്ത് ഇതൊക്കെ എടുത്തേക്കണം. പിന്നുള്ള അയറൻ്റെ ആണ്. അയറൻ്റെ 2 എണ്ണം വെറുതെ എടുത്തേക്കാം. ഇതൊക്കെ ഉണ്ട്. ഇവിടൊക്കെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 2 ടോട്ടം ഓഫ് ഫണ്ടിങ് അതെൻ്റെന്നാണ്. പിന്നെ നമ്മൾക്ക് എന്താണ് കുറച്ച് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കിട്ടിയേക്കാം. അല്ലെങ്കിൽ വേണ്ട, ഈ സാധനങ്ങൾ നമ്മളെ കയ്യിൽ തന്നെ വെക്കാം. നമുക്കിത് നമ്മുടെ അണ്ടർ ചെസ്റ്റിൽ കയറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ഇനിയും TP ട്രാപ്പിന് കുറേ TP ട്രാപ്പ് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ഡിമാൻഡ് ഉണ്ട്. അത് മാത്രമല്ല ഓൾറെഡി കിട്ടുന്ന സാധനങ്ങൾ /സെല്ലടിച്ചാൽ മതി. ഈ സാധനങ്ങൾ നമ്മൾ ചെയ്യണം. ഷീൽഡൊക്കെ നമ്മളിരുന്ന് ഇരുന്നോട്ടെ, അതല്ല ഗോൾഡ് നഗട്ട് ഇതൊക്കെ പോയിക്കോട്ടെ, ആവശ്യമില്ല. റാപ്ഡ് റൂട്ട്സ് അതൊക്കെ നല്ലതാണ്. ഇതൊക്കെ കൊടുക്കാം. സാപ്ലിങ്, ഷുഗർ കെയിൻ ഇതൊക്കെ കൊടുത്ത് നമുക്ക് എത്ര പൈസ കിട്ടി.
സാധനം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് സ്ലാഷ് ടീം ഇൻവൈറ്റ്. അടുത്ത നമുക്ക് ആ സൈലോൺ എംസിനെ വിളിക്കാം. അത് ഓഫ് ആടാ. ഓൺ ടീമിലുണ്ടോ? സൈലോൺ എം സി ഓൾറെഡി ഇന്ന ടീം. എനിക്ക് തോന്നിയ പോലെ തന്നെ സ്ലാഷ് ടീം ഇൻവൈറ്റ് ലാഹിൻസ് ഇല്ല. ഓന് AFK വെക്കുന്ന ഞാൻ തന്നെ കണ്ട. അക്കു FH1 ഓൾറെഡി ഇന്ന ടീം. ഓ FTTMC സ്ലാഷ് ടീം ഇൻവൈറ്റ് FFT ആണ്. FTT ഇല്ല, FTMC ഓൾറെഡി ഇന്ന ടീം. സ്ലാഷ് ടീം ഇൻവൈറ്റ്. ഇതെന്താ ഇൻവിറ്റ് എന്നാവുന്നേ? മാത്സ് വിൻസ് ഓനൊരു ടീമില്ല. ഇവനെന്താ എത്ര ഇടുന്നേ? പാലക്കാട് എവിടാ? വെയിറ്റ് ബ്രോ. ബാദുഷ സ്ലാഷ് ടീം ഇൻവൈറ്റ് ആദിദേവിനെ വിളിച്ചാലോ? അഭിദേവാണ് ഓനെ വിളിക്കാം. ഓൾറെഡി ഇന്ന ടീം. ഹൂ വാണ്ട് ടു ജോയിൻ മൈ ടീം ഗൈസ്? ഹൂ വാണ്ട് ടു ജോയിൻ മൈ ടീം? പക്ഷെ ഇവരെ ഞാൻ ടീമിൽ ജോയിൻ ആക്കൂല. കാരണം നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ വിളിക്കും. ബ്ലാക്ക് ക്ലോവർ, വർത്തികോട്, ഇതൊക്കെ ആരാ? വർത്തികോടൊക്കെ ടീമിലാണെന്ന് തോന്നുന്നു. ഗൈസ് നമുക്ക് നേരെ സ്ലാഷ് സ്പോണാക്കാം. സ്ലാഷ് സ്പോണിലോട്ട് പോകാം ഗൈസ്. കാരണം അവിടെ സ്പോണിന് കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുക്കാം ഈ സാധനങ്ങളില്ല, ആൾക്കാരൊക്കെ എടുക്കാം. മറ്റേ ഓൾഡ് സാധനങ്ങൾ നമുക്ക് കട്ടെടുക്കാം. ചത്താലും കുഴപ്പമില്ല കാരണം നമ്മളതിൽ കുറേ കോമൺ ക്രിയേറ്റ് ഇരിക്കുന്നുണ്ട്. കുറേ വെച്ചാൽ കുറേ ഇരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഷാഡ് എത്ര ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുറേ നേരം AFK ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് നമുക്ക് നല്ലൊരാൾ. അപ്പോൾ ബൈ ബാദുഷ പോവുക. സ്ലാഷ് ടീം ഇൻവൈറ്റ് ഫേർണസ് ഇല്ല, കണ്ണാപ്പില്ല, ബാദുഷ വേണ്ടോ? ബ്ലഡ് നൈറ്റ് ഓനെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. സ്ലാഷ് ടീം ഇൻവൈറ്റ് ബ്ലഡ് നൈറ്റ്. അത് ഗീസ് ഓന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൻ ടീമിലില്ല. ഇതിൽ കാണുന്നുണ്ട് 4 മോറ് നമ്മളെ സാധനങ്ങളാണ് ഈ സെറ്റ്. ഇതൊക്കെ കയറ്റി വെക്കട്ടെ. സ്ലാഷ് R ബ്ലഡ് നൈറ്റ് ബ്രോ എൻ്റെ ടീം ജോയിൻ ചെയ്യുമോ? അങ്ങനെയാ ആ സ്ലാഷ് ആറിന് എങ്ങനെയാ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴും ആരേലും എൻ്റെ ടീം വരുമോ?
സെനിന് ഗീസ്. പക്ഷെ ഇവൻ കുറച്ച് ഡേഞ്ചറാണ്. അയക്കുന്ന എന്താണ് ക്യൂഫിൻ്റെ ആ ഡിസ്കോഡ് സെർവറിൽ നോക്കിയാൽ മതി. സെറ്റ് പ്ലെയർ ആയി ഗീസ്. സീറോ ഗീസ്. നമ്മളൊന്നും അത്രയ്ക്കും പോകുന്നില്ല. FTT MC സിൽക്ക് പിക്ക്. ബീസ്റ്റ് ഗെയിമിംഗ് /ടീം ഇൻവൈറ്റ് ബീസ്റ്റ് ഗെയിമിംഗ് വിളിച്ചിട്ടുണ്ട്. ബീസ്റ്റ് ബ്രോ അക്സെപ്റ്റ്. പക്ഷെ ഓനറിയില്ല നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അക്സെപ്റ്റ് മൈ ടീം റിക്വസ്റ്റ്. അക്സെപ്റ്റ് മൈ ടീം റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബീസ്റ്റ് ഗെയിമിംഗ് ബ്രോ ഒരു പ്രാവശ്യം കൂടി ഇട്ടോക്കാം. ഇതിലാണോ യാ ഒപ്പം ജോയിൻ ആവും ഗീസ്. ടോപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓൻ ഇപ്പം ജോയിൻ ആവും. ഓക്കെ ഗീസ്. ഇവനിൽ നിന്ന് പറ്റിച്ച് ഗീസ് നമ്മളെ പണി തുടങ്ങാം. ടീം ഹോം ഇല്ല ഗീസ്. ഹോം ടീം ഹോമിൻ്റെ നേരെ ടൂലോട്ടോ ഗീസ്. ചെറിയൊരു പേടി ഉണ്ടെങ്കിലും നമുക്ക് ഈ പേടിയൊക്കെ മാറ്റിയിട്ട് ഓനെ കൊല്ലാൻ പോകും ഗീസ്. കൊല കേസ് നടക്കാൻ പോടെ. ഓൻ അപ്പോഴത്തേക്ക് ടീമിൻ്റെ മെമ്പേഴ്സിനൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് /TPA ഹിയർ ബീസ്റ്റ് ഗെയിമിംഗ് ഗീസ്. TPA റിക്വസ്റ്റ് ഓനിപ്പോൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മൾ ടീമായിട്ട് ചിലപ്പം മൊബൈലായിരിക്കും ഗീസ്. കാരണം ഫസ്റ്റ് ഡോട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്താണ് പോക്കറ്റ് അടിച്ചാണ് ഗീസ്. എനിക്ക് എൻ്റെയും അക്കൗണ്ടിൽ അങ്ങനെ ഫസ്റ്റ് ഡോട്ട് ഉണ്ട് ഗീസ്. അങ്ങനെയാണെന്ന് അറിയില്ല ഗീസ് വരുന്നത്. ഞാൻ മരിക്കട്ടെ എൻ്റെ പോക്കറ്റ് അടിച്ചതിൻ്റെ ഒക്കെ. ബീസ്റ്റ് ബ്രോ അക്സെപ്റ്റ് TPA. ബീസ്റ്റ് ബ്രോ അക്സെപ്റ്റ് TPA /ടീം കിക്ക് ബീസ്റ്റ് ഗെയിമിംഗ്. ഓൻ എപ്പോൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യട്ടെ. ഞാൻ അപ്പം തന്നെ ഈ സാധനം നോക്കും. ഈസ് /ടീം ചാറ്റ് ബ്രോ പ്ലീസ് അക്സെപ്റ്റ് മൈ TP കാര്യം ബീസ്റ്റ് ഗെയിമിംഗ്. വാവ് ഗൈസ്, നമുക്ക് വീണ്ടും നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടിക്കുന്നു. ഓനെ നമ്മൾ പറ്റിച്ച് സ്റ്റോപ്പ് സൂസ് ഇതിലാണുള്ളതെന്ന് പറഞ്ഞിട്ട് പോയതാ 33. അത്രയ്ക്കും വ്യത്യാസമൊന്നുമില്ല. നമുക്ക് വീണ്ടും ഒരു സെറ്റ് ആർമർ ഇട്ടീസ്.
ഗൈസ് ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യാം. ഓൻ വിചാരിക്കണ്ട ഞാനിപ്പോൾ ഇങ്ങനെ ഓനെ കൊന്നു, പെട്ടെന്നൊന്നും കണ്ടിട്ടുണ്ടാവും ഗൈസ്, പാവം. സ്ലാഷ് എന്താണ് സെല്ല് ഗൈസ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ ഓൻ്റെ ഒന്നും വേറൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. കുറച്ച് ഇത് കിട്ടി, ഇതും കിട്ടി, വിറ്റുണ്ട്. ഗൈസ് ബ്രോ ഐ തിങ്ക് ഐ വിൽ കം വിത്ത് ഓൾ മൈ സ്റ്റഫ്സ്. Bro think I will come with all my stuffs. Oh guys, മനസ്സിലായി. But I get helmet. അയ്യേ, എന്നാലും അവൻ്റെ ഹെൽമെറ്റ് കിട്ടില്ല, എനിക്കത് മതി. സാറല്ല കില്ലും കൂടിയിട്ടുണ്ട്. 21. ആ ഗൈസ് 21 തന്നെ. വേറെ എടുത്തന്നെ കൊന്നിരുന്നു നമ്മൾ നേരത്തെ ഡയമണ്ടിന്റെ. Guys, who want to join my team? ഈ ടീമും കൊണ്ട് നമ്മൾ കുറേ കില്ലെടുക്കുന്നുണ്ട്. Who want to join my team? ഗൈസ് എങ്ങനെ അവൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് വന്നെങ്കിൽ ഞാനും ബെട്ടീസ്, അത്ര പറയാനുള്ളൂ. സ്ലാഷ് ഷോപ്പ് പോട്ടെ. ഓന് ബൗണ്ടറി ഉണ്ടായിരുന്നു, അതൊക്കെ 2K എനിക്ക് ഓടി. നേരത്തെ 92 എത്തിയിരുന്നു, 91 92. ഓനപ്പോൾ 3K അറ്റ ബൗണ്ടറി ഉണ്ട്. ഡേയ്സ് 1K കൊണ്ട് കിട്ടി. അവൻ്റെ അടിക്കുന്ന മറ്റേ സാധനം കൊണ്ട് എനിക്ക് അവൻ്റെ ബൗണ്ടറി തീർത്തു കൊടുത്തേ. ഓൻ അതുകൊണ്ടിരിക്കും സന്തോഷിക്കുന്നു. ഇവിടെ ഒരാൾ വന്നിട്ട് എന്താണ് എല്ലാം പൊട്ടിച്ചതാണ്. ഈ വില്ലേജിലൊരു വില്ലേജറും ഇല്ല, എല്ലാവരും കൊണ്ടുപോയി ഗീസ്. അതിന് വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗീസ്, ഈ മൈൻക്രാഫ്റ്റിൽ തന്നെ ഇതേ സെർവറിൽ. ഓൻ്റെ ഫ്രണ്ടിൻ്റെ എന്താണ് ബേസ് ഇവിടെ ആണല്ലേ. ഞാൻ RTP ചെയ്തപ്പോൾ പെട്ടെന്ന് കിട്ടിയാണ് ഗീസ്. പിന്നെ വേറെ ആരെയോ പൊട്ടിച്ചാണ് ഇത്. അപ്പോൾ ഗീസ് ഇന്നത്തെ എടുത്തുള്ളൂ. അപ്പോൾ എടുത്തെടുക്കണം. ബൈ ബൈ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ടീം ഹോമിലോട്ടോട്ടെ ഗീസ്. നോക്കട്ടെ ഇവിടെ എന്തെങ്കിലും പറ്റിയുണ്ടോ ഇല്ലെന്ന്, കാരണം ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. എന്താ സ്ലാഷ് ഹോം. പിന്നെ നമ്മൾ എന്താണ് ടീം ഹോമിൽ ജോയിൻ ആവുന്നവർക്ക് ഒരു സാധനം തരും ഞാൻ. ഇവിടേക്ക് ജോയിൻ വരും. അപ്പം തന്നെ ഈ ആർമർ വെക്കുന്ന സ്ഥലത്തിൻ്റെ ഇവിടെ തന്നെ കണ്ടോ ഗീസ്, ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ആവുക. നിങ്ങൾക്ക് ഗിവ് അവേ ആണ്, അതൊന്നും നിങ്ങൾ തരേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മുടെ ഡിസ്കോഡ് സെർവറിലൊന്ന് ജോയിൻ ആയിട്ട് അവിടെ നമ്മുടെ എന്താണ് നിങ്ങളുടെ മറ്റേതൊന്ന് ഇട്ടാൽ മതി. എന്തായിരുന്നു നിങ്ങളുടെ ഗെയിം നെയിം. പിന്നെ 12 മണിക്ക് സ്കൂൾ ലീവുള്ള സാറ്റർഡേയും സൺഡേയും എന്താണ് 12 മണിക്ക് മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട മറ്റേ സമയത്താണ്, എത്ര 5 മണിക്ക് ശേഷം ഗീസ്, ബാക്കി എല്ലാ ദിവസവും. അപ്പോൾ അടുത്തോട്ട് കാണാം. ബൈ ബൈ. ദിവസത്തിനനുസരിച്ച് ഗീസ് ചെയ്യണ്ട, മറക്കല്ലേ.